പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കിതാബുൽ അക്കീദ 4ാം ക്ലാസ്സിലെ അതിലെ 1ാമത്തെ പാഠം അള്ളാഹു മൗജൂദ്, അള്ളാഹു ഉള്ളവനാണ് എന്ന അർത്ഥം വരുന്ന പാഠഭാഗത്തിന്റെ തദ്രീപാത്താണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പാഠഭാഗത്തിൽ അള്ളാഹുവിന് 20 വാജിബായ സിഫത്തുകളും 20 മുസ്തഹിലായ സിഫത്തുകളും ഒരു ജായിസായ സിഫത്തും ഉണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ തദ്രീപാത്തിൽ ഉത്തരം എഴുതാനാണ് ആദ്യം വന്നത്. അപ്പൊ നമ്മൾ വാജിബായ സിഫത്തുകളാണ് നമ്മളിപ്പോ 4ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്നത്. ഈ 1ാമത്തെ പാഠത്തില് 5 വാജിബായ സിഫത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിന്റെ അർത്ഥത്തോടു കൂടി മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. അപ്പൊ അതിൽ 1ാമത്തെ ചോദ്യം വന്നത് അള്ളാഹുവിന്റെ 5 വിശേഷണങ്ങളാണ്. അള്ളാഹുവിന്റെ 5 വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ വാജിബായ സിഫത്തുകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതായത് ഉജൂദ്, ഉള്ളവനാണ്, അള്ളാഹു ഉള്ളവനായിരിക്കണം. പിന്നെ കിദം, തുടക്കമില്ലാത്തവനാണ്, അള്ളാഹുവിന് ഒരു തുടക്കമില്ല. ബഖാവ്, അന്ത്യമില്ലാത്തവനാണ്, അതായത് അള്ളാഹുവിന് അന്ത്യമില്ല. പിന്നെ മുഹാലഫത്തുൽ ലിൽ ഹവാദിസ്, അള്ളാഹു സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യാസമാണ്. അടുത്തതാ ഖിയാമും ബിൻ നഫ്സി, സ്വയം നിലനിൽക്കും, അള്ളാഹുവിന് സ്വയം നിലനിൽക്കും, എല്ലാ നിലക്കും അള്ളാഹുവിന് സ്വയം നിലനിൽക്കാൻ കഴിയും. അപ്പൊ ഈ 5 വിശേഷണങ്ങളാണ് നമ്മൾ അവിടെ നമ്പർ പ്രകാരം ഓർഡറിൽ എഴുതേണ്ടത്. അടുത്തത് പിന്നെ വന്നത് യോജിച്ചത് എടുത്ത് എഴുതാനാണ്. അവിടെ നമുക്ക് അർത്ഥം തന്നിട്ടുണ്ട്, തുടക്കമില്ലാതിരിക്കൽ. അപ്പൊ അതിന്റെ മീനിങ് നമ്മൾ വാജിബായ സിഫത്തിന്റെ മീനിങ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, തുടക്കമില്ലാതിരിക്കൽ, കിദം. അപ്പൊ അതിന് നമുക്ക് മേലെ അത് ഉജൂദ്, കിദം, ബഖാ, മുഹാലഫത്തുൽ ലിൽ ഹവാദിസ്, ഖിയാമും ബിൻ നഫ്സി എന്ന ഓർഡറിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തുടക്കമില്ലാതിരിക്കൽ എന്നതിനെ നമുക്ക് കിദം എന്ന് അതിന്റെ നേരെ എടുത്തെഴുതാം. പിന്നെ ഉള്ളവനായിരിക്കൽ, ഉള്ളവനായിരിക്കൽ ഉജൂദ്, ഉജൂദാണ് ഉള്ളവനായിരിക്കൽ. അപ്പൊ അതിന്റെ നേരെ അത് എഴുതാം. അപ്പൊ അവിടെ നമുക്ക് ഉജൂദിന് 2 എന്ന് നമ്പർ മേലെ നൽകുകയും ചെയ്യാം. പിന്നെ 3ാമത്തത് സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാകൽ. സൃഷ്ടികളോട് എല്ലാ നിലക്കും എതിരാകൽ എന്ന് പറഞ്ഞാല് വ്യത്യാസമാകൽ, അതാണ് മുഹാലഫത്തുൽ ലിൽ ഹവാദിസ്. അപ്പൊ നമുക്കത് 3ാമത്തത് എഴുതാം. ഇനിയോ 4ാമത്തത് അന്ത്യമില്ലാതിരിക്കൽ, അന്ത്യമില്ലാതിരിക്കൽ ബഖാവ്. അപ്പൊ അവിടെ ബഖാവ് എന്നത് നമുക്ക് അവിടേക്ക് എഴുതാം 4ാമത്തത്. ഇനി 5 സ്വയം നിലനിൽക്കൽ, സ്വയം നിലനിൽക്കൽ ഖിയാമും ബിൻ നഫ്സി, 5ാമത്തതിന്റെ നേരെ അതും എഴുതാം. ഇനി നമുക്ക് എണ്ണം എഴുതാനാണ് അടുത്ത വർക്ക് വന്നത്. വാജിബായ സിഫത്തുകൾ, വാജിബായ സിഫത്ത് 20 എണ്ണം അല്ലേ? അപ്പൊ നമുക്കവിടെ 20 എന്ന് എഴുതാം. ഇനിയോ മുസ്തഹിലായ സിഫത്ത്, അതായത് വാജിബിന്റെ വിപരീതമാണ് മുസ്തഹീല്, മനസ്സിലാക്കുക. അപ്പോ അവിടെയും 20 തന്നെയാണ് ഉണ്ടാവുക. വാജിബ് തന്നെ ഉണ്ടാവൽ അനിവാര്യമായത്, അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായ സിഫത്ത് ഏത്? അതാണ് വാജിബ്. അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ് മുസ്തഹീല്, വാജിബിന്റെ ഓപ്പോസിറ്റ്. അതാണ് ഇവിടെ എണ്ണം 20 എഴുതാം. ഇനിയോ ജായിസായ സിഫത്ത്, അത് 1 ആണ്. അള്ളാഹുവിന് ഒരു ജായിസായ സിഫത്താണ് ഉള്ളത്. അപ്പൊ അത്രയും നമുക്ക് ഇവിടെ തദ്രീപാത്തിൽ വന്നത് അതിന്റെ കൂടെ മനസ്സിലാക്കാം. അപ്പൊ അത്രയാണ് 1ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.